Admissions open for next academic year. Pre-KG to class 12. Lakshmi Narayana Vidya Niketan, Panapuram and Lakshmi Narayana Junior School, Ottapalam. മാർച്ച് 27 ലോക നാടക ദിനത്തിൽ ഒറ്റപ്പാലത്തിലെ നാടക കലാകാരന്മാർക്ക് പ്രതീക്ഷ നൽകി ബിജെപി ഒറ്റപ്പാലം മണ്ഡലം സ്ഥാനാർത്ഥി മേജർ രവി. നാടക ദിനത്തിൽ ഒറ്റപ്പാലത്തെ നാടക കലാകാരന്മാർക്ക് പ്രതീക്ഷ നൽകി ഒറ്റപ്പാലത്തെ ബിജെപി സ്ഥാനാർത്ഥി മേജർ രവി. പ്രചരണത്തിനിടെ നാടക കലാകാരന്മാരെ കണ്ടുമുട്ടിയിരുന്നു എന്നും കോവിഡിന് ശേഷം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അറിഞ്ഞപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാടക കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുമെന്നും വാക്കു നൽകിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒറ്റപ്പാലം കലാകാരന്മാരുടെ മണ്ണാണെന്നും പ്രോത്സാഹനം നൽകിയാൽ ഒട്ടേറെ നാടക കലാകാരന്മാർ ഉയർന്നു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വ്യക്തി പറഞ്ഞു, സാറേ ഞാനൊരു നാടകക്കാരനാണ്, അപ്പോൾ ഇങ്ങനെ ഇപ്പം എങ്ങനെ പോകുന്നു, ഞങ്ങളൊക്കെ തന്നെ തട്ടിക്കൂട്ടി കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാം ബ്രേക്കായി സാർ ക്ലബ്ബുകളെല്ലാം. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ MLA ആയിട്ട് വരികയാണെങ്കിൽ ഈ നാടകക്കാരെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകണം. അത് നമ്മുടെ ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലബ്ബ് മതി. അതുണ്ടെങ്കിലും അവർക്കവിടെ പോയിട്ട് പെർഫോം ചെയ്യാനും അതിനൊക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ ക്ലബ്ബും സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഏർപ്പാടേക്ക് ബാക്കിയുള്ള പ്രോത്സാഹനം ഫുള്ളായിട്ട് ഞാൻ തരാം. ചില ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ വന്നാൽ നമുക്ക് ഒറ്റപ്പാലത്തും ഒരു NM പിള്ള സാറിനെ പോലുള്ള ഒരാളെയോ തിലകൻ ചേട്ടനെ പോലുള്ള ഒരാളെയോ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കലാകാരന്മാരുടെ മണ്ണാണത്. അപ്പോൾ ആ നാടക ദിനത്തിൽ എല്ലാ കലാകാരന്മാർക്കും മരിച്ചുപോയ മൺമറഞ്ഞു പോയിട്ടുള്ള നാടക കലാകാരന്മാർക്കും എൻ്റെയും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും നാടക കലാകാരന്മാർക്ക് ആശംസകൾ നേരുന്നതിനൊപ്പം നാടകത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും അത് കണ്ടുവരുന്ന തലമുറ ഈ കലയെ വളർത്തണമെന്നും മേജർ രവി പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിൽ സിനിമയേക്കാൾ പ്രാധാന്യം നാടകത്തിനാണെന്നും കേരളത്തിലും മാറ്റം വരണമെന്നും ജനങ്ങൾ അവസരം നൽകിയാൽ നാടകത്തിനും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. മൺമറഞ്ഞ കലാകാരന്മാരെ വളരെയധികം നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ ഇപ്പോഴുള്ള കലാകാരന്മാർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നിങ്ങൾ ഈ കലയെ വളർത്തിയെടുക്കണം. വരും തലമുറ ഇത് കണ്ടുപിടിക്കട്ടെ. ഇന്നും ബോംബെയിലും മഹാരാഷ്ട്രയിലും ഈ കല സിനിമയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. എന്നും ഹൗസ്ഫുള്ളായിരിക്കും അവരുടെ ഹാളുകൾ. തങ്ങളൊരു പ്രൊഫഷൻ കേരളത്തിലില്ല. ഇവരെല്ലാം ഓരോ ഉത്സവപ്പറമ്പിൽ പോയി പെർഫോം ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അതൊന്ന് മാറ്റി ഒരു മാറ്റം വരണം. ആ മാറ്റത്തിന് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിൽ ഞാനൊരാളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. വരികയാണെങ്കിൽ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു നാടക ക്ലബ്ബ് തുടങ്ങാം.